എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. വാട്സപ്പ് മുഖാന്തരവോ ഫോൺ വിളിച്ചോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഫെബ്രുവരി 1-ാം തീയതി മകരം 18 ഞായറാഴ്ച തൈപ്പൂയമാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഏതൊക്കെ രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഓരോ ഭക്തജനങ്ങൾക്ക് ഓരോരോ ആവശ്യങ്ങളാണ്. അപ്പോൾ ഈ 2026 നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനും അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നമ്മുടെ ദുഃഖദുരിതങ്ങൾ ഭഗവാനോട് പറയാനും നമുക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി നിന്ന് നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവപരമായ ദോഷങ്ങൾ മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും, അതായത് ആഭിചാര ദോഷങ്ങളും ശത്രുദോഷങ്ങളും എല്ലാത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും എല്ലാത്തിൻ്റെ ഉപരി ദേവനാണ് സുബ്രഹ്മണ്യൻ. അതായത് ശിവനെക്കാട്ടിയും ദേവിയെക്കാട്ടിയും കാളിയെക്കാട്ടിയും എല്ലാവരെക്കാട്ടിയും ശക്തി സ്വരൂപനാണ് സുബ്രഹ്മണ്യൻ. വേലെന്ന് ഉദ്ദേശിക്കുന്നത് പാർവതി ദേവി തന്നെയാണ്. ശ്രീമുരുകൻ്റെ ഉദ്ദേശിക്കുന്നത് അതായത് ഭഗവാൻ കൃഷ്ണൻ, മുരുകൻ, ബ്രഹ്മാവ്, ഇത് മൂന്നും കൂടെ ചേർന്നാണ് ഐശ്വര്യം. ശ്രീമുരുകൻ ഭഗവാൻ പ്രകൃതിയാണ്, ഭഗവാൻ ഐശ്വര്യമാണ്, ജ്യോതിഷത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ദേവസേനാപതിയും കൂടിയാണ് സുബ്രഹ്മണ്യൻ. ആ ഒരു സുബ്രഹ്മണ്യ സ്വാമിയെ തൈപ്പൂയ ദിവസം പ്രസാദിപ്പിച്ച് ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളും ഭക്തജനങ്ങൾ ചെയ്യുവാണെങ്കിൽ 2026 ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും, ഐശ്വര്യങ്ങളുണ്ടാകും, കടബാധ്യതകൾ മാറും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഭഗവാന് കടബാധ്യതകൾ മാറാൻ എന്ത് വഴിപാടുകളാണ് ചെയ്യേണ്ടത്? അതായത് സാലറി കിട്ടുന്ന സമയത്തുള്ള നഷ്ടങ്ങൾ മാറാൻ വേണ്ടിയും ജോലിയിൽ പുരോഗതി കിട്ടാനും കടബാധ്യതകളും വീട്ടിൽ ശാന്തിയും സമാധാനം ഉണ്ടാകാൻ ഭഗവാന് തൈപ്പൂയ ദിവസം അതായത് നമ്മളൊരു താമരമാല, അതായത് ഈ താമരമാല നമ്മുടെ പേര് സമർപ്പിച്ച് തിരുമേനിയോട് കണ്ടിടാൻ പറയണം. ചുമ്മാ താമര അവിടെ വെച്ചിട്ട് കൊടുത്തിട്ട് കാര്യം. അപ്പോൾ തിരുമേനി ആരുടെ പേര് പറഞ്ഞ് സമർപ്പിക്കും? മിക്ക ആൾക്കാരും മാല കൊണ്ട് വെച്ചിട്ട് പോകുന്നുള്ളത്. നമ്മൾ തിരുമേനിയോട് ദക്ഷിണ കൊടുത്ത് പറയണം, തിരുമേനി ഇന്ന നക്ഷത്രത്തിൽ ഈ മാല പറഞ്ഞ് സമർപ്പിച്ചിടാൻ പറയണം. അപ്പോൾ 21 താമരമാല എങ്ങനെ വേണമെങ്കിലും ഭക്തജനങ്ങളുടെ സാമ്പത്തികം പോലെ നമുക്ക് ചെയ്യാം. ഈ താമരമാല ഇടുവാണെങ്കിൽ കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും. അത് ഒന്നെങ്കിൽ തലേദിവസം കൊണ്ട് കൊടുത്ത് ഏൽപ്പിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ തൈപ്പൂയ ദിവസം തന്നെ കൊടുക്കുക. തൈപ്പൂയത്തിൻ്റെ ദിവസം കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. തലേദിവസം ഞാൻ പറഞ്ഞത് ചില ക്ഷേത്രത്തിലൊക്കെ വെളുപ്പിനായിരിക്കും അഭിഷേകം. അപ്പോൾ അഭിഷേകം കഴിഞ്ഞ് നമ്മൾ തലേദിവസം കൊടുക്കുകയാണെങ്കിൽ തിരുമേനി അത് പ്രത്യേകിച്ച് ചാർത്തിയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ കൊണ്ട് കൊടുക്കാം. അത് ഭക്തജനങ്ങളുടെ വിശ്വാസവും യുക്തിപൂർവ്വമായിട്ട് ചെയ്യുക. എന്തായാലും താമരമാല കൊടുക്കുമ്പം ഈ സാമ്പത്തികപരമായ ഇതുങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളും, അതായത് പഠിക്കാനിരിക്കുന്ന സമയത്തുള്ള തലവേദനകൾ, പഠിച്ചിട്ട് ഓർമ്മ കിട്ടില്ല, പഠന വിഷയവുമായി ബന്ധപ്പെട്ട് തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിദ്യാർത്ഥികൾ 3 തവണ, അതായത് വലത്തുനിന്ന് 3 തവണ തേങ്ങ ഒഴിഞ്ഞ് നടക്കി വെച്ച് പ്രാർത്ഥിക്കാം. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ തലവേദന ഉണ്ടാകത്തില്ല, ദൃഷ്ടിദോഷം ഉണ്ടാകത്തില്ല, കണ്ണ് ദോഷം ഉണ്ടാകത്തില്ല, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് 3 തവണ ഒരു തേങ്ങ മേടിച്ചിട്ട് ആ തേങ്ങ സുബ്രഹ്മണ്യ ഭഗവാന്റെ നേരെ വെക്കുക. അതേപോലെ തന്നെ ശത്രുദോഷവും ആഭിചാര ദോഷവും ഉള്ളവർ തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട വഴിപാടെന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയുടെ ഒരു വേല് മേടിക്കുക, 3 ചെറുനാരങ്ങ. ഈ 3 ചെറുനാരങ്ങ വലിയ രീതിയിൽ മാല കോർത്തിടുക. അതായത് 3 ചെറുനാരങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് നൂല് ഇച്ചിരി നീട്ടം ഉണ്ടാകണം. ഇത് 3 ഉദ്ദേശിക്കുന്നത് ശത്രുത, ആഭിചാരം, ദുരിതങ്ങളും മാറാൻ വേണ്ടിയാണ് 3 സങ്കല്പിച്ചിടുന്നത്. ശത്രുദോഷം മാറണമെന്ന് പറഞ്ഞ് ഒരു നാരങ്ങ കോർക്കുക, ആഭിചാര ദോഷങ്ങൾ മാറണമെന്ന് പറഞ്ഞ് ഒരു നാരങ്ങ കോർക്കുക, ദുരിതങ്ങൾ മാറണമെന്ന് പറഞ്ഞ് ഒരു നാരങ്ങ കോർക്കുക. അങ്ങനെ 3 നാരങ്ങ വലിയ നൂലേ ചെയ്യുക. ചുമപ്പ് നൂലേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ സാധാരണ ചുമപ്പ് നൂലിൽ ഒറ്റ നാരങ്ങ മാല, അതുപോലെ തന്നെ 3 നാരങ്ങമാല, 6 നാരങ്ങമാല ഓരോ ആവശ്യത്തിനും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇടാറുണ്ട്. ചുമന്ന നൂല് കിട്ടുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അഥവാ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നൂല് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ശത്രുദോഷത്തിനും ആഭിചാര ദോഷങ്ങളും ദുരിതങ്ങളും മാറാൻ വേണ്ടിയാണ് നമ്മൾ ഭഗവാൻ ഈ നാരങ്ങ സമർപ്പിക്കുന്നത്. ഒപ്പം തന്നെ ശത്രുപരമായ ദോഷത്തിൻ്റെയും കാര്യങ്ങൾ മാറാൻ വേണ്ടി വെള്ളിയുടെ ഒരു വേര് ദൃഷ്ടിക്ക് വെച്ചിട്ട് 3 തവണ ഒഴിഞ്ഞ് ഈ നാരങ്ങ മാലയുടെ കൂടി വെക്കുക. ഇത് തിരുമേനിയോട് നമ്മൾ പ്രത്യേകം പറയണം. ഒപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 6 പ്രദക്ഷിണവും സുബ്രഹ്മണ്യ സ്വാമിക്ക് വെക്കുക. അതേപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ, അതായത് കേസുകൾ, അതേപോലെ തന്നെ കുടുംബപരമായിട്ട് എപ്പോഴും വഴക്കുകൾ, ഡൈവോഴ്സ്, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റിയ വഴിപാടെന്ന് പറഞ്ഞാൽ ഐക്യമത്യ അർച്ചനയുടെ കൂടൊപ്പം തന്നെ ഭഗവാൻ ഏറെ ഇഷ്ടപ്പെട്ട മുല്ലപ്പൂമാല,
മുല്ലപ്പൂമാലയും ഒപ്പം തന്നെ റോസാപ്പൂവും കൂടെ മിക്സ് ചെയ്ത് കെട്ടിത്തരാൻ കടക്കാരോട് പറയാം. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് റോസാപ്പൂ മാലയും മുല്ലപ്പൂ മാലയും. ഇത് മിക്സഡ് ആയിട്ട് കെട്ടിത്തരാൻ പറയണം. കുറച്ച് റോസാപ്പൂ വെച്ച്, കുറച്ച് മുല്ലപ്പൂ വെച്ച്, കുറച്ച് റോസാപ്പൂ വെച്ച്, മുല്ലപ്പൂ വെച്ച്, അങ്ങനെ ഒരു വലിയ, അതായത് നമ്മൾ പോകുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ പൊക്കം ഏകദേശം നമുക്കറിയാലോ. അപ്പോൾ ഇച്ചിരി നല്ലൊരു മാല മുല്ലപ്പൂവും റോസാപ്പൂവും കൂടെ മിക്സ് ചെയ്ത മാല അന്നത്തെ ദിവസം ദമ്പതികൾ ഭഗവാന്റെ മുമ്പിൽ വെക്കുവാണെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന പോലെ വഴക്കുകൾ ഉണ്ടാകത്തില്ല. അതായത് ഡൈവോഴ്സായിട്ട് നിൽക്കുന്നവർക്കൊക്കെ എന്തിനും ഒരു ഗുണകരമാണ് മുല്ലപ്പൂ റോസാപ്പൂ മാല മിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് തൈപ്പൂയ ദിവസം ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഈ തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി, ജോലിയിലെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി അന്നത്തെ ദിവസം ഭഗവാന് നമുക്ക് ഒരു താമരയും അതേപോലെ തന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ട മാമ്പഴം കിട്ടുന്ന സീസണാണെങ്കിൽ മാമ്പഴം മേടിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ നമുക്ക് ഭഗവാന് അന്ന് നമുക്ക് മേടിച്ച് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് സുബ്രഹ്മണ്യ മാല മന്ത്ര അർച്ചന പ്രത്യേകം തിരുമേനിയോട് പറഞ്ഞ് എഴുതിപ്പിക്കുക. ഒന്നുകൂടെ പറയുകയാണ്, സുബ്രഹ്മണ്യ മാല മന്ത്ര അർച്ചന. ഇത് ജോലിയിൽ തടസ്സം നേരിടുന്ന ഭക്തജനങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, സാലറി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ, അതേപോലെ തന്നെ ജോലിയിൽ സ്ഥിരമായിട്ട് പോകുമ്പോൾ ഓരോരോ അസുഖങ്ങൾ വരിക, ഓരോരോ പ്രശ്നങ്ങൾ വരിക, ജോലി തടസ്സം മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു താമരപ്പൂ ഇടർത്ത്, അതേപോലെ തന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഐറ്റംസും, അതേപോലെ തന്നെ ഭഗവാന് സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചനയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ജോലിപരമായ കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുക. പിന്നെ രോഗദുരിതങ്ങൾ മാറാൻ വേണ്ടി അന്നത്തെ ദിവസം ഭഗവാന് ഭസ്മാഭിഷേകം നടത്തുന്നത് വളരെ അധികം ഉത്തമമാണ്. ഭസ്മാഭിഷേകം ഭഗവാന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ദിവസം കൂടെയാണ് തൈപ്പൂയം. അപ്പോൾ തൈപ്പൂയ ദിവസം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന രോഗദുരിതങ്ങൾ മാറാൻ വേണ്ടി ഭസ്മാഭിഷേകം നടത്തുക. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി, എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഉണ്ടാകാൻ വേണ്ടി കുടുംബനാഥൻ്റെ പേരിൽ, അതായത് നമ്മുടെ വീട് ആരുടെ പേർക്കാണ് കിടക്കുന്നത് അവരുടെ പേർക്ക് ഭഗവാന് പഞ്ചാമൃതം അഭിഷേകവും അതേപോലെ തന്നെ പഞ്ചാമൃതം നിവേദ്യം നടത്തുന്നത് തൈപ്പൂയ ദിവസം നല്ലതാണ്. നമ്മുടെ കഷ്ടകാലങ്ങളും സമയദോഷങ്ങളും മാറാൻ വേണ്ടി ഭഗവാന് കരിക്കഭിഷേകം നടത്തുന്നത് നല്ലതാണ്. പിന്നെ ഭക്തജനങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഭഗവാന് എന്താ പറയുക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഭഗവാൻ അന്നത്തെ ദിവസം ഒടയാട സമർപ്പിക്കാം, മാലകൾ സമർപ്പിക്കാം, മൈപ്പീലുകൾ സമർപ്പിക്കാം. ഓരോ കാര്യത്തിനും നമുക്ക് ഭഗവാന്റെ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ തൈപ്പൂയ ദിവസം ഭക്തജനങ്ങൾ അന്ന് അവിടെ പോയി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കണ്ടു തൊഴുക, കാവടിയൊക്കെ കണ്ടു തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടും. ഈ പറയുന്ന വഴിപാടുകൾ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യുക. എന്തായാലും തൈപ്പൂയത്തോടു കൂടി ഭക്തജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്.